ഇന്നിവിടെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. പുതിയ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ലാപ്ടോപ്പാണ്, HP-യുടെ FQ2535 എന്ന മോഡലാണ് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. ഇപ്പോൾ ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മളുടെ ലാപ്ടോപ്പ്. ഇതിങ്ങനെ പ്രൊട്ടക്റ്റ് നല്ലൊരു കേസിലാണ്, നല്ല പ്രൊട്ടക്ഷനായിട്ടാണ് പാക്കിംഗ് ഇല്ല, നല്ല ഇതാണ്. ഇത് എടുത്ത് മാറ്റുക. അങ്ങനെ ഇതിൻ്റെ കൂടെ ഇതിൻ്റെ യൂസർ മാനുവലാണ്. ഇത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് നോക്കാം. ഇത് 15 ഇഞ്ച് ലാപ്ടോപ്പാണ്. ഇതൊരു ഹോം സ്റ്റുഡൻറ്റ് വേസ് ലാപ്ടോപ്പാണ്. മോഡൽ നമ്പർ HP 15sFQ2535TU എന്നാണ്. ഈ മോഡൽ ഇൻ്റലിൻ്റെ 11th ജനറേഷനിൽ പെടുന്ന പ്രോസസ്സറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. i5 ആണ് പ്രോസസ്സർ. കൂടാതെ 512GB SSD ആണ് ഇതിൽ ഹാർഡ് ഡിസ്കിന് പകരം ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ 8GB റാമാണ് ഇതിൻ്റെ മെമ്മറി. ഇതിൽ ഇൻബിൽറ്റായി നമുക്ക് വിൻഡോസ് 10 ലേറ്റസ്റ്റ് എഡിഷനാണ് നമുക്ക് കിട്ടുന്നത്. കൂടാതെ ലൈഫ് ടൈം മൈക്രോസോഫ്റ്റ് ഓഫീസ് നമുക്ക് ഇതിൽ ഉപയോഗിക്കാവുന്നതാണ്. കൂടാതെ ഇതൊരു ഫുൾ HD IPS LED ഡിസ്പ്ലേ ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ലാപ്ടോപ്പിൻ്റെ കൂടെ നമുക്ക് HP നൽകുന്നത് 65 വാട്ട് ഫാസ്റ്റ് ചാർജറാണ്. ലാപ്ടോപ്പ് നമ്മുടെ കമ്പനിയിൽ നിന്ന് തന്നെ ചാർജ് ചെയ്ത് വരുന്നതാണ്. നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഫുൾ ചാർജ് ചെയ്ത് തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇതിൽ 2 USB പോർട്ട്, ഒരു പവർ അഡാപ്റ്റർ കണക്ട് ചെയ്യാനുള്ള പോർട്ടും ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്. മറ്റേ സൈഡിൽ ഇതിൽ ഒരു HDMI പോർട്ടും അതിനടുത്തായി തന്നെ C ടൈപ്പ് കണക്ടറിനുള്ള പോർട്ടും നൽകിയിരിക്കുന്നു. കൂടാതെ ഇതിൽ ഒരു മെമ്മറി കാർഡ് സ്ലോട്ടുണ്ട്. അതിനടുത്തായി തന്നെ ഹെഡ്ഫോൺ സ്ലോട്ട് നൽകിയിട്ടുണ്ട്. ഇതാണ് ഇതിലെ കണക്ടിവിറ്റിക്കായിട്ട് ഉപയോഗിക്കുന്നത്. കൂടാതെ വൈഫൈ, ബ്ലൂടൂത്ത് എന്നിവയും ഇതിൽ നൽകിയിട്ടുണ്ട്. ഇത് മൈക്രോസോഫ്റ്റിൻ്റെ ഓഫീസ് ഹോം സ്റ്റുഡൻറ്റ് ലാപ്ടോപ്പാണ്. ഇതിൽ ഇൻ്റലിൻ്റെ ഐറിസ് XE എന്ന ഗ്രാഫിക്സ് കാർഡ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം നമുക്ക് ഗ്രാഫിക്സ്, ഫോട്ടോസ് എല്ലാം എഡിറ്റ് ചെയ്യാനും എല്ലാം നമുക്കിത് ഉപയോഗിക്കുന്നതാണ്. ഇതിൻ്റെ കീപാഡ് വളരെ ഭംഗിയുള്ളതും ബാക്ക് ലൈറ്റ് കീബോർഡുമാണ്. ഇതിൽ നമ്മുടെ മുൻകാലങ്ങളിലുള്ള ലാപ്ടോപ്പിനെ അപേക്ഷിച്ച് ബാറ്ററി റിമൂവ് ചെയ്യാനോ നമുക്ക് തന്നെ റീപ്ലേസ് ചെയ്യാനോ കഴിയില്ല. ഇൻബിൽട്ടായാണ് ബാറ്ററി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ സ്ലിമ്മായതും വളരെ വെയിറ്റ് കുറഞ്ഞതുമായ ഒരു ലാപ്ടോപ്പാണ്. ഞാനൊരു പുതിയ ലാപ്ടോപ്പ് വാങ്ങാൻ തീരുമാനിച്ചപ്പോൾ ഇൻ്റർനെറ്റിൽ നോക്കിയിരുന്നു. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മോഡലായി കണ്ടത് ഈ 2021 ലോഞ്ച് ചെയ്ത HP-യുടെ FQ2535 എന്ന ഈ മോഡലാണ്.
അപ്പോൾ ഇതിൻ്റെ റിവ്യൂസ് യൂട്യൂബിൽ നോക്കുമ്പോൾ അതിൽ മലയാളം വീഡിയോസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ലാപ്ടോപ്പ് വാങ്ങിക്കഴിഞ്ഞ് ഇനി ഈ ലാപ്ടോപ്പിനെ കുറിച്ച് അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കാനായി കഴിയുമെന്ന് കരുതുന്നു. ഈ വീഡിയോ എല്ലാവരും തുടർന്ന് കാണുക. നമ്മുടെ റീജിയൻ ഇന്ത്യയാണ്. അത് എസ് കൊടുത്ത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യ റീജിയൻ സെലക്ട് ആയി കഴിയും. കീബോർഡും ഇംഗ്ലീഷ് ഇന്ത്യയാണ് സെലക്ട് ചെയ്യേണ്ടത്. അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കീബോർഡ് സെറ്റ് ആയി കഴിയും. വേറൊരു സെക്കൻഡ് കീബോർഡാണ് ചോദിക്കുന്നത്. നമുക്ക് വേറെ കീബോർഡൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇംഗ്ലീഷ് ഇന്ത്യ തന്നെയാണ് നമ്മളുടെ ഡിഫാൾട്ട് കീബോർഡായിട്ട് ഉപയോഗിക്കുന്നത്. Now let's get you connected to a network. That way you can get updates, apps, and cat videos as soon as possible. How about the first one on the list? Want to use that one? ഇനി ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യണം. അതിന് വൈഫൈ കണക്ട് ചെയ്യാനാണ് പോകുന്നതിന്. സിസ്റ്റത്തിൽ വൈഫൈ പാസ്വേഡ് കൊടുത്ത് എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തതിന് വൈഫൈ കണക്റ്റായി. Mission accomplished. You're all linked up. നമുക്ക് കണക്ട് ചെയ്യാം. തുടർന്ന് നെക്സ്റ്റ് ഓപ്ഷനിലേക്ക് പോവാം. Now we have some important setup to do. ഇപ്പോൾ സിസ്റ്റത്തിൽ ഡിഫോൾട്ടായിട്ടുള്ള സെറ്റിങ്സ് എല്ലാം ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഉപയോഗിച്ച് വിടാവുന്നതാണ്. ഇപ്പോൾ സിസ്റ്റം സ്റ്റാർട്ടായി കഴിഞ്ഞു. HP-യുടെ ലോഗോ നമുക്ക് കാണാം. ഇപ്പോൾ കാണുന്നത് നമ്മുടെ സിസ്റ്റത്തിൽ ഉള്ള ലൈസൻസ് എഗ്രിമെൻ്റാണ്. ഇത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നൽകിയിരിക്കുന്ന വിൻഡോസ് 10, MS ഓഫീസ് എന്നിവ ഉപയോഗിക്കാൻ കഴിയൂ. അതുകൊണ്ട് നമ്മളത് വായിച്ച് മനസ്സിലാക്കി നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക. അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നതാണ്. ഇനി ഈ HP ലാപ്ടോപ്പ് നമുക്ക് ഉപയോഗിക്കുന്നതിനായി
വിൻഡോസിൻ്റെ ഒരു മെയിൽ ഐ ഡി അക്കൗണ്ട് ആവശ്യമാണ്. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ലാത്തവർ ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഐ ഡി പാസ്വേഡ് കൊടുത്ത് ഉപയോഗിക്കുന്നതാണ്. ഐ ഡി ഉള്ളവർ അത് നേരിട്ട് അതിലേക്ക് എൻ്റർ ചെയ്ത് പാസ്വേഡും കൊടുത്ത് ഉപയോഗിക്കാം. ഇത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ്. ഇപ്പോൾ പുതിയതായി വരുന്ന എല്ലാ ലാപ്ടോപ്പിലും നമ്മൾ ആൻഡ്രോയിഡ് ആപ്പിലായിരുന്നാലും നമ്മളൊരു മെയിൽ ഐ ഡി കൊടുത്ത് മാത്രമേ നമുക്കത് ഉപയോഗിക്കാൻ പറ്റൂ. അത് സിസ്റ്റം സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ്. ഇനി അഡ്മിൻ പാസ്വേഡ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അക്കങ്ങളോ അക്ഷരങ്ങളോ ഉപയോഗിച്ച് നമുക്കിത് സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ പാസ്വേഡ് ഉപയോഗിച്ച് മാത്രമേ നമുക്ക് ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്യാൻ കഴിയൂ. ഇനി അഡ്മിൻ പാസ്വേഡ് എൻ്റർ ചെയ്ത് സിസ്റ്റം അടുത്ത സ്റ്റെപ്പിലേക്ക് സെറ്റിങ്ങിലേക്ക് പോകാവുന്നതാണ്. ഇനി സിസ്റ്റത്തിൽ ആവശ്യമായ സെറ്റിങ്സുകളാണ്. അത് നമുക്ക് സെറ്റിങ്ങുകൾ സെലക്ട് ചെയ്ത് എൻ്റർ ചെയ്ത് കൊടുത്ത് മാത്രമേ അടുത്ത സ്റ്റെപ്പിലേക്ക് ഇത് പോവുകയുള്ളൂ. അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനായി നമുക്ക് എൻ്റർ ചെയ്യാം. ഇനി ലാപ്ടോപ്പ് എന്ത് പർപ്പസിനായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നാണ് ഈ വിൻഡോയിൽ ചോദിക്കുന്നത്. നമ്മൾ ഈ വാങ്ങിയിരിക്കുന്ന ലാപ്ടോപ്പ് വിൻഡോസ് ഹോം ആൻഡ് സ്റ്റുഡൻറ്റ് എഡിഷനാണ്. കൂടാതെ മറ്റുള്ള പർപ്പസിനും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിത് എല്ലാ പർപ്പസും ഉപയോഗിക്കുന്നതാണ്. വീഡിയോ എഡിറ്റിങ്ങിനാനും ഫോട്ടോ എഡിറ്റിങ്ങിനാനും എല്ലാത്തിനും ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇത് എല്ലാ ഓപ്ഷൻ സെലക്ട് ചെയ്ത് എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. ഇനി നമ്മുടെ ലാപ്ടോപ്പ് ഉപയോഗിക്കാൻ റെഡിയായിരിക്കുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ അമർത്തുക. ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. തുടർന്നും മറ്റൊരു വീഡിയോയുമായി വരുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം.